യിലേക്ക് വിസിറ്റ് എടുത്തിട്ട് ജോബ് നോക്കാൻ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം ഇവിടുത്തെ സീസൺ. ഇവിടെ സീസൺ അനുസരിച്ച് എയർ ടിക്കറ്റിന്റെ ചാർജ് കൂടുകയും കുറയും ചെയ്യും. അതുപോലെ ഓഫ് സീസൺ, അതായത് സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. ഇനി നിങ്ങൾ വരുന്ന വിസ എടുത്തിട്ട് വരുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുക 2 months ആണ്. ആ 2 months ചിലപ്പോൾ ഫ്രഷേഴ്സിനൊന്നും ജോബ് കിട്ടിക്കൊള്ളുന്നില്ല. സോ ആ ഒരു 2 months കൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ 2 മാസം ഇടുന്ന എഫേർട്ടിന്റെ റിസൾട്ട് ചിലപ്പോൾ 3-ാം മാസത്തിലായിരിക്കും വരിക. സോ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കണം. ഇനി അടുത്ത കാര്യം, നിങ്ങൾ വരുന്ന ടൈമിൽ ഈ വിസ എടുക്കുമ്പോൾ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഏതാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇത് അറിയാത്തതിന് പേരിൽ അല്ലെങ്കിൽ ഇത് മിസ്സാവുന്നതിന് പേരിൽ ഒരുപാട് പേര് എബ്സ്കോണ്ടിങ്ങിൽ പെടാറുണ്ട്. ഇനി നിങ്ങൾ UAE വന്നാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരുപാട് പേര് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഒരു മെയിൻലി ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള മണി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ മിനിമം ബാലൻസ് ഇവിടുത്തെ UAE ദിർഹംസ് 5,000 ദിർഹംസ് എങ്കിലും കയ്യിലുണ്ടാവണം. ഇനിയുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടൽ ബുക്കിന്റെ ഡീറ്റെയിൽസ്, അതായത് ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾ കൈവയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കയ്യിൽ കരുതേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് റിട്ടേൺ ടിക്കറ്റിന്റെ കോപ്പി. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെയോ ഫോൺ നമ്പേഴ്സ്, അതുപോലെ അവരുടെ ID കാർഡിന്റെ ഒരു കോപ്പിയും കൂടെ നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.